സലൂട്ട് ഭാരത്. സലൂട്ട് ഭാരതിൽ നിന്ന് നമ്മുടെ അതിഥി BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. സാർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജന്തർ മന്ദിറിന് മുന്നിൽ കോക്രോച്ച് പാർട്ടിയുടെ കുറച്ച് യുവാക്കൾ നടത്തുന്ന ഈ സമരത്തിന് ആദ്യഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാതിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്നലെ ഒരു രഹസ്യമായിട്ട്, അതായത് ഇന്ത്യ മുന്നണിയിൽ പോലും അറിയിക്കാതെ ഒറ്റയ്ക്ക്, നമ്മൾ നാടൻ ഭാഷയിൽ ഏരിയ പിടിക്കാമെന്ന് പറയും, ഒറ്റയ്ക്ക് എല്ലാ ക്രെഡിറ്റും കൂടെ കൊണ്ടുപോകത്തക്ക രീതിയിൽ അവരൊരു സമരമുഖത്തേക്ക് ഇറങ്ങി. സാർ, ഈ സമര രീതി കോൺഗ്രസ് പാർട്ടി അന്നാ ഹസാരെ നിരാഹാരം കിടന്നപ്പോൾ ഒന്നും അവിടെ ആരെയും കണ്ടില്ല. എന്ത് തോന്നുന്നു സാർ? ഇതിനെ BJP എങ്ങനെ നോക്കിക്കാണും? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും, കോൺഗ്രസ്, അതേപോലെ തന്നെ കേജ്രിവാളിന്റെ പാർട്ടി, അതുപോലെ സമാജ്വാദി പാർട്ടി, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇവരെല്ലാം ചേർന്ന് നടക്കുന്ന ഈ സമരം, ഇത് കേവലം ഒരു രാഷ്ട്രീയ സമരം അല്ല. ഇത് നീറ്റ് പരീക്ഷയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമരവും അല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നീറ്റ് പരീക്ഷയുടെ പ്രശ്നങ്ങളുടെ നാൾവഴികൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാവും. മെയ് 3 നീറ്റ് പരീക്ഷ നടന്നു. മെയ് 7 അതിൽ നടന്ന ക്രമക്കേടിനെ സംബന്ധിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വിവരം കിട്ടി. തൊട്ട് പിറ്റേ ദിവസം തന്നെ മെയ് 8 പോലീസിലും സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമിനും അന്വേഷണം കൈമാറി. മെയ് 12 അതായത് 4 ദിവസം കഴിഞ്ഞ് പരീക്ഷ റദ്ദാക്കുകയും ഈ കേസ് CBIക്ക് വിടുകയും ചെയ്തു. മെയ് 15 വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി ഖേദം പ്രകടിപ്പിക്കുകയും ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. മാത്രമല്ല, കുറ്റമറ്റ രീതിയിൽ പരീക്ഷ മുന്നോട്ട് നടത്താൻ വേണ്ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ള CBT എന്നുള്ള ടെസ്റ്റ് സിസ്റ്റം ഏർപ്പെടുത്തും എന്നും ഉറപ്പു നൽകി. ജൂൺ മാസം 2 അതായത് ജൂൺ മാസം 21 വീണ്ടും ആ നീറ്റ് പരീക്ഷ നടത്തി. ജൂലൈ 16 അതിന്റെ റിസൾട്ട് പുറത്തു വന്നു. അന്നേ ദിവസം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർത്തിയെടുത്ത ക്രിമിനൽ കുറ്റം ചെയ്ത 13 പേരെയും 13 പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ഈ നാൾവഴികൾ കൃത്യമായി പറയാൻ കാരണം, ഇതൊന്നുമല്ല ഇന്ന് യഥാർത്ഥത്തിൽ സമരം ചെയ്യുന്നു എന്ന് പറയുന്നവർ ഉയർത്തുന്ന വിഷയം. ഇതൊരു ക്രിമിനൽ കുറ്റമാണ് നടന്നിരിക്കുന്നത്. അഖിലേന്ത്യാ വ്യാപകമായി നീറ്റ് പരീക്ഷയ്ക്ക് താളം തെറ്റിയതോ അടിസ്ഥാനപരമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളോ അല്ല. മോഷണം നടത്തി ക്രിമിനൽ കുറ്റം നടത്തിയ ആൾക്കാരെ, അതായത് ചോദ്യ പേപ്പർ ചോർച്ച അല്ലെങ്കിൽ മോഷണം നടത്തിയവരെ കൈയോടെ പിടികൂടുകയും 13 പേരെ അറസ്റ്റ് ചെയ്യുകയും CBI കേസ് ഏറ്റെടുക്കുകയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുകയും പോലീസ് കേസ് ആദ്യം തന്നെ കൊടുക്കുകയും അങ്ങനെ നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ശിക്ഷണ നടപടികളും എടുത്ത് 13 പേരെ അറസ്റ്റും ചെയ്ത് പരീക്ഷ റദ്ദാക്കി വീണ്ടും പുനഃപരീക്ഷ നടത്തി അതിന്റെ റിസൾട്ടും പ്രഖ്യാപിച്ചതിന് ശേഷവും സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അതിന് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സമരത്തിന്റെ ലക്ഷ്യം തന്നെ വേറെയാണ്. അതിന് മറ്റൊരു കാര്യം കൂടി തെളിവായി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. നീറ്റ് പരീക്ഷയുടെ പേരിലാണ് സമരം നടത്തുന്നത് എങ്കിൽ പോലും സമരരംഗത്ത് ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിചിത്ര മുദ്രാവാക്യങ്ങളാണ്. ഉമർ ഖാലിദിനെ മോചിപ്പിക്കുക, 370 വകുപ്പ് എടുത്തു കളഞ്ഞത് വീണ്ടും പുനഃസ്ഥാപിക്കുക, നരേന്ദ്രമോദി രാജിവെക്കുക, FCRIയിൽ വരുത്തിയ തിരുത്തലുകൾ റദ്ദാക്കുക എന്ന് തുടങ്ങി പരസ്പര ബന്ധമില്ലാത്തതും പരസ്പര വിരുദ്ധമായതും രാജ്യത്തിന്റെ സുസ്ഥിരതയെ അപകടപ്പെടുത്തുന്നതുമായ ഡിമാൻഡുകൾ, മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം തുടരുന്നത്. അപ്പോൾ ഈ സമരം തുടരുമ്പോൾ സമരത്തിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി കേജ്രിവാൾ വന്നു, അതുപോലെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി വന്നു, നമ്മുടെ CPM CPI നേതാക്കന്മാരെത്തി. അങ്ങനെ നിരവധി പേർ ഈ സമരത്തിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി പ്രതിപക്ഷ
ഐക്യമോ കൂടിയാലോചനയോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇതിന്റെയൊക്കെ മുന്നിൽ നിരാഹാര വ്രതം അനുഷ്ഠിക്കുന്ന വാങ്ചുക്, സോനം വാങ്ചുക് എന്തുകൊണ്ടാണ് ഡൽഹിയിലേക്ക് വന്ന് ഈ സമരരംഗത്ത് നിരാഹാരം അനുഷ്ഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. സോനം വാങ്ചുക്കിന് ഒരു NGO ഉണ്ടായിരുന്നു. SECMOL എന്നാണ് അതിന്റെ പേര്. ഇതിന് FCRA അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ FCRA അക്കൗണ്ടിൽ കൂടി വന്ന പണം സോനം വാങ്ചുക്ക് നിയമവിരുദ്ധമായി തിരിമറി നടത്തിയെന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ FCRA ലൈസൻസ് റദ്ദായി. അന്ന് മുതൽ കേന്ദ്ര ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള വാശിയോടുകൂടി പ്രവർത്തിക്കുകയാണ് സോനം വാങ്ചുക്. ഇത് സോനം വാങ്ചുക്ക് മാത്രമല്ല, കേജ്രിവാള്, അതുപോലെ തന്നെ സൗരവ് ദാസ്, അഞ്ജലി ഭരദ്വാജ് എന്ന് തുടങ്ങി NGOകൾ സൃഷ്ടിച്ച് വിദേശത്ത് നിന്ന് FCRA വഴി ധാരാളം ഫണ്ട്, അതായത് 100 കണക്കിന് കോടി രൂപ അഥവാ 1000 കോടിയോളം രൂപ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും എന്നാൽ കൊണ്ടുവന്ന പണത്തിനെ സംബന്ധിച്ചുള്ള കണക്കുകളോ റിപ്പോർട്ടുകളോ സർക്കാരിന് സമർപ്പിക്കാതിരിക്കുകയും ചെയ്തതിന്റെ പേരിൽ അവർക്ക് അംഗീകാരം നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത് അവസരമാക്കിയെടുത്തുകൊണ്ട് തങ്ങളുടെ കേന്ദ്രവിരുദ്ധമായ നിലപാടിന് ഒരു സമരമുഖം കൊടുക്കാൻ ഈ കോക്രോച്ച് പാർട്ടിയുടെ, പാറ്റ പാർട്ടിയുടെ വേദി കൈയടക്കി ഇവർ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയുമാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഇതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ പാടില്ല എന്ന് കേജ്രിവാളിനുണ്ട്. കേജ്രിവാളും രാഹുൽ ഗാന്ധിയും വരുന്നതല്ല ഞങ്ങൾക്ക് ക്രെഡിറ്റ് എന്ന് സമാജ്വാദി പാർട്ടി പറയുന്നുണ്ട്. ഇതിനിടയിൽ ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ CPM-ഉം CPI-യും കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുരട് മൂർഖം പാമ്പ് എല്ലാം കൂടെ ഒന്നിച്ചുകൂടി നരേന്ദ്രമോദിയെ താഴ്ക്കുക, രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള രാജ്യവിരുദ്ധമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക, മോദി ഗവൺമെന്റിനെ രാജിവെപ്പിക്കുക എന്നൊക്കെയുള്ള മനസ്സിലിരിപ്പും കൊണ്ട് ഇവർ ഇറങ്ങുമ്പോൾ ഈ പാറ്റ പാർട്ടി എന്ന് പറയുന്ന ഇവരുടെ ഈ കുട്ടികളുടെ സമരത്തിന് ഒരു ലക്ഷ്യബോധം ഉള്ളതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ലക്ഷ്യബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന നീറ്റ് പരീക്ഷയുടെ നടപടിക്രമങ്ങളും അതിനെ തുടർന്ന് സർക്കാർ നടത്തിയ അന്വേഷണങ്ങളും CBIക്ക് കേസ് വിട്ടതും 13 പ്രതികളെ അറസ്റ്റ് ചെയ്തതും റദ്ദാക്കിയ പരീക്ഷ വീണ്ടും നടത്തി റിസൾട്ട് പ്രഖ്യാപിച്ചതും അതൊന്നും ഇവര് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ ആളെ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മുള്ളുമുരുടെ മൂർഖം പാമ്പ് എന്ന് പറയുന്ന പോലെ രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉമ്മർ ഖാലിദിന്റെ മോചനത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യം ഉയർത്തുന്നു. കാശ്മീരിൽ എടുത്തു കളഞ്ഞ് 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. FCRAയിൽ ഭേദഗതി കൊണ്ടുവന്നതൊക്കെ മാറ്റണം എന്ന് ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കുന്നു. ഏറ്റവും അവസാനം മോദി രാജിവെക്കണം എന്നുള്ള ആവശ്യവും അവർ ഉന്നയിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് രാജ്യത്തെ അൺസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. നേരെ മറിച്ച് ഇത് കൃത്യമായ ഒരു അജണ്ടയോടുകൂടി, വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു പരിപാടി ആയിരുന്നുവെങ്കിൽ ഒരേ ലക്ഷ്യത്തോടുകൂടി ഇവരെല്ലാം ഒരേ മുന്നണിയിൽ അംഗമായി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യ മുന്നണിയിൽ ആലോചിക്കാതെ, പരസ്പര ധാരണയില്ലാതെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരവരുടെ നിലപാടെടുത്തുകൊണ്ട് ഈ പാറ്റ പാർട്ടിയുടെ പ്രകടനത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്പര മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല. ഇതിന്റെ പിന്നിൽ വളരെ വ്യക്തമായി അന്താരാഷ്ട്ര ഫണ്ടിംഗ് ഏജൻസികൾ കളിക്കുന്നുണ്ട്. ജോർജ് സോറോസ് അടക്കമുള്ളവരുടെ ഫണ്ട് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിദേശ ഫണ്ടിങ്ങോടുകൂടി FCRA നിയമത്തിന്റെ പഴുതിൽ കോടാനുകോടി രൂപ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപ ഇന്ത്യയിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഇന്ത്യയിലെ യുവജനങ്ങളെ വഴിതെറ്റിക്കുകയും വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുകയും അവർക്കിടയിൽ വലിയ ഭീതി പരത്തി അരക്ഷിതാവസ്ഥ ഉയർത്തിവിട്ടുകൊണ്ട് അവരുടെ വികാരത്തെ രാജ്യത്തിനെതിരായി, നരേന്ദ്രമോദി സർക്കാരിനെതിരായി തിരിക്കാനുമുള്ള ഒരു ഗൂഢ നീക്കമാണ് ഇതിന്റെ പിന്നിലുള്ളത്. സത്യത്തിൽ ഈ സമരരംഗത്തുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന ഗൂഢാലോചനയുടെയും ഗൂഢശക്തികളുടെയും അന്താരാഷ്ട്ര റാക്കറ്റിന്റെ കേവലം ഇരകൾ മാത്രമാണ്.
അവരറിയുന്നില്ല അവരെന്താണ് ചെയ്യുന്നത് എന്ന്. അങ്ങനെയാണ് ലോകത്തെ എല്ലാ രാജ്യത്തും ജൻസി വിപ്ലവം ഉണ്ടായത്. അതുപോലെ ഭാരതത്തിലും ഒരു ജൻസി വിപ്ലവത്തിലൂടെ ഭരണകൂടത്തെ താഴെ ഇറക്കാം എന്നുള്ള വ്യാമോഹമാണ് പ്രതിപക്ഷ കക്ഷികളും അന്താരാഷ്ട്ര ഇന്ത്യ വിരുദ്ധ ശക്തികളും ഒരുപോലെ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇത് വിലപ്പോവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിസ്സാര ജനസംഖ്യയുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് അവിടുത്തെ യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പല വിധത്തിലുള്ള അസ്വസ്ഥതകളാൽ പുകയുന്ന ഭരണകക്ഷികളെ താഴെ ഇറക്കിയതുപോലെ ഇന്ത്യൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. മാത്രമല്ല, വിദേശ രാജ്യങ്ങളോ വിദേശ സംഘടനകളോ ഇതിന്റെ പിന്നിൽ എത്രമാത്രം പണിയെടുത്താലും അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന ദേശീയ വികാരം നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ പട്ടാളത്തിനെ ഇളക്കി വിട്ടുകൊണ്ട് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് പലതവണ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. വ്യവസ്ഥാപിതമായിട്ടുള്ള ആഴത്തിൽ വേരൂന്നിയ ജനാധിപത്യ വ്യവസ്ഥിതിയെ അങ്ങേയറ്റം പരിപാലിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന്റെ 3/4 നൂറ്റാണ്ട് കടന്നു പോകുമ്പോഴും നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അനുദിനം ശക്തിപ്പെടുകയും ശാസ്ത്രീയമാവുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ കുറ്റമറ്റ രീതിയിൽ അത്ഭുതകരമായ വേഗത്തിൽ നടത്തുകയും ചെയ്യുന്ന ഒരേ ഒരു രാജ്യം എന്ന നിലയിൽ ഭാരതം ഇന്ന് ലോകത്തിന് അസൂയാവഹമായ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഉപരോധത്തെ അതിജീവിക്കുകയും ലോക ശാക്തിക ചേരികളുടെ ഇടയിൽ തല ഉയർത്തി നിൽക്കുകയും മറ്റൊരു രാജ്യത്തിന്റെയും അല്ലെങ്കിൽ മുന്നണികളുടെയും ഒരു ചേരിയുടെയും സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയും ചെയ്യുന്ന തലയെടുപ്പുള്ള ഒരു രാജ്യമായി ഭാരതം മുന്നോട്ട് പോകുന്നതിൽ അസ്വസ്ഥതയുള്ള നിരവധി ശക്തികൾ വിദേശത്തിരുന്നു കൊണ്ട് അവരുടെ ഫണ്ട് ഇന്ത്യയിലെ നിർബാധം ഒഴുക്കിക്കൊണ്ട് ഒരു ഇന്ത്യ വിരുദ്ധ മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സർ, ഒന്നുകൂടെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് ലോകരാഷ്ട്രങ്ങൾ, അതായത് മറ്റ് ലോകരാഷ്ട്രങ്ങൾ, സാറ് പേര് പറയാതെയാണ് പറഞ്ഞു പോയത്, നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ സമരം, യുവാക്കൾ ഇറങ്ങിയ ജൻസി ഇറങ്ങിയ സമരം എന്നൊക്കെ. സാർ ഇത് രാഷ്ട്രങ്ങളുടെ പേര് പറഞ്ഞില്ല, രാജ്യങ്ങളുടെ പേര് പറഞ്ഞില്ല. ഞാനിവിടെ പറയുന്നു സർ, ഇത് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയിൽ ഈ ഉണ്ടായിരിക്കുന്ന ഈ യുവാക്കളുടെ ഈ ഒരു സമര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഉണ്ടായ ഈ സമര രീതിയെ എങ്ങനെ കാണും, എങ്ങനെയായിരിക്കും അവർ നോക്കിക്കാണുന്നത്? രണ്ട്, ഇവിടെ ഈ പറഞ്ഞ സാർ പറഞ്ഞോളൂ, ബാക്കി ഞാൻ പിന്നെ ഒന്നുകൂടെ എനിക്ക് ചോദ്യമുണ്ട് ചോദിക്കാൻ. ഈ സാർ പറഞ്ഞോളൂ, പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. പറഞ്ഞോളൂ. ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ നടന്നതുപോലെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പാറ്റൻ ടാങ്ക് കയറ്റി ചതച്ചരച്ച് കൊല്ലുകയോ വെടിവെച്ച് വീഴ്ത്തുകയോ ഒരു വലിയ കൂട്ടക്കൊല നടത്തുകയോ എന്നുള്ളതായിരിക്കാം ഇവരുടെ മനസ്സിലുള്ള ലക്ഷ്യം. ആ ഒരു വലിയ വാർത്ത ലോകത്തിന് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഇതാ ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു, ജനാധിപത്യത്തെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നു എന്ന് പറയാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടിയൊക്കെ പണ്ട് ചെയ്തിട്ടുള്ളത് അതാണ്. നിരാഹാര സമരം നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്ത ഹിന്ദു സന്യാസിമാരെ വെടിവെച്ചു കൊന്ന പാരമ്പര്യം കോൺഗ്രസിനുള്ളത് കൊണ്ട് അതുപോലെ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് ഈ സമരക്കാരെ തള്ളിവിട്ടുകൊണ്ട് ഭരണകൂടത്തിനെതിരെ ജനകീയ വികാരം ഉയർത്താനും അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തെ നാണം കെടുത്താനുമുള്ള ഗൂഢാലോചനയാണ് കോൺഗ്രസും അതുപോലെ തന്നെ കേജ്രിവാളും CPM CPI കക്ഷികളും അടക്കമുള്ളവർ ഇന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തൽപര കക്ഷികൾ, അതായത് ജോർജ് സോറോസിനെ പോലെയുള്ള ഡീപ് സ്റ്റേറ്റ് ശക്തികൾ ഇതിന് ആവോളം സഹായം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കരുതാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, അങ്ങ് പറഞ്ഞതുപോലെ ഇത് ഇട്ടാവട്ടത്തിലുള്ള ഒരു ചെറിയ രാജ്യമോ അവിടുത്തെ യുവജനങ്ങളുടെ മൊത്തമായിട്ടുള്ള ഒരു വിഷയമോ ആയി വളർന്നിട്ടില്ല. ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ പാർലമെന്റ് സമ്മേളന സമയത്തും എന്തെങ്കിലുമൊക്കെ ബഹളം കൂട്ടി അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുക, ഭാരതത്തെ താറടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇത്തവണയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സർ, വ്യക്തമായ ഒരു ലക്ഷ്യബോധമില്ലാത്ത രീതിയിൽ അത്ര കണ്ട് അധപ്പതിച്ചോ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എന്നുകൂടെ എനിക്ക് ഈ സംസാരത്തിൻ്റെ അവസാനം ചോദിക്കാനുള്ളൂ. അതുകൂടെ സാർ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഇത്രത്തോളം അധപ്പതിച്ച രീതിയിലേക്ക് സർവ്വ പാർട്ടികളും എന്ത് തോന്നുന്നു സാർ? അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ആദ്യം പറഞ്ഞു നീറ്റ് പരീക്ഷ ചോർച്ച, അതൊക്കെയാണ് പ്രശ്നം. പക്ഷെ ഇപ്പോൾ ഉള്ള മുദ്രാവാക്യം എന്താ? ഉമർ ഖാലിദിനെ മോചിപ്പിക്കുക. അത് നീറ്റ് പരീക്ഷയായിട്ട് എന്താ ബന്ധം? 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കുക കാശ്മീരിൽ, അതും ഈ നീറ്റ് പരീക്ഷയായിട്ട് എന്താ ബന്ധം? FCRAയുടെ തിരുത്തലുകൾ, പരിഷ്കാരങ്ങൾ റദ്ദാക്കുക, നീറ്റ് പരീക്ഷയായിട്ട് എന്താ ബന്ധം? നരേന്ദ്രമോദി രാജിവെക്കുക, നീറ്റ് പരീക്ഷയായിട്ട് എന്താ ബന്ധം? അപ്പോൾ പരസ്പര വിരുദ്ധമായ, പരസ്പര ബന്ധമില്ലാത്ത
ഓരോരോ ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ഓരോരുത്തർ വന്ന് ഒന്നിച്ചുകൂടി ഒരു സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത ലക്ഷ്യത്തിലേക്ക് എന്തൊക്കെയോ ആക്രോശിക്കുകയും അവരുടെ ആവശ്യങ്ങളെ വിളിച്ചു പറയുകയും അവരുടെ പ്രതിഷേധങ്ങൾ അലറി വിളിക്കുകയും ചെയ്യുന്ന ഒരാൾക്കൂട്ടം മാത്രമായി ഇത് അധപതിച്ചിരിക്കുകയാണ്. പക്ഷേ മാധ്യമങ്ങളിലൂടെ ഇതിനെ പൊലിപ്പിച്ച് കാണിച്ച് ഇതാ മോദി സർക്കാർ താഴെ വീഴാൻ പോകുന്നു, മന്ത്രിമാരെ രാജിവെപ്പിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ആർക്കും പറയാം. കാരണം സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ്. ആർക്കും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അനുവദിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ സമരം ഡൽഹിയിൽ നടക്കുമായിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഇത്തരമൊരു സമരത്തെ അങ്ങ് നിരോധിക്കാൻ വേണമെങ്കിൽ കേന്ദ്രമന്ത്രിസഭയ്ക്ക് സാധിക്കും. നിരോധിച്ചാൽ ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതും അറിയാം. പക്ഷേ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. എതിർ ശബ്ദമുണ്ടെങ്കിൽ അത് വരട്ടെ, എതിരഭിപ്രായമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കട്ടെ. അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അവസരം കൊടുത്തപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതി വരെ അല്ലെങ്കിൽ ഓഫീസ് വരെ കടന്നു ചെല്ലാനുള്ള മര്യാദകേട് അതാണ് ഇവർ കാണിച്ചത്. രാജ്യത്തിനെതിരെ, രാജ്യത്തിന്റെ സൽപ്പേരിനെതിരെ അതിന് കളങ്കം ചാർത്തുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളും സമരപരിപാടികളുമായി ഈ കൂട്ടം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജ്യം അവരെ തിരിച്ചറിയും. ഇതിന്റെ പിന്നിലുള്ള രാജ്യവിരുദ്ധ ശക്തികളെയും തിരിച്ചറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും സർ, കേവലം എന്നല്ല, ഒരു പിന്നെ ജഡ്ജിന്റെ പരാമർശം, ആ പരാമർശത്തിനെ ഏറ്റുപിടിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ, അതും അമേരിക്കയിലിരിക്കുന്ന ഒരാൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങുന്നു. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അതിൽ ആകൃഷ്ടരാകുന്നു. ഇപ്പോൾ സിനിമാ താരങ്ങൾ വരെ, അതിലെ പല പ്രമുഖ സിനിമാ താരങ്ങളുടെ മക്കൾ വരെ അതിൽ പരാമർശം നടത്തിയിരിക്കുന്നു. സർ, ഇതിൻ്റെ നാൾവഴികൾ എന്താണ് എന്ന് നോക്കുകയും എന്താണ് ഇതിന് തിരിച്ച് BJP എന്ന പാർട്ടി തുടർന്ന് എങ്ങനെയായിരിക്കും ഇതിനെ പ്രതികരിക്കാൻ പോകുന്നത് എന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് തുടർന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു സർ. താങ്ക് യു സർ.